കത്തോലിക്ക സഭയിൽ വെസ്പുർക്കാന എന്നൊരു സങ്കല്പമുണ്ട്. ഈസ്റ്റ് ചർച്ചിൽ വെസ്പുർക്കാന എന്നും വെസ്റ്റേൺ ചർച്ചിലേന് പർഗത്രി എന്നുമാണ് പറയുക. നമ്മൾ ഒരിടത്തുനിന്ന് പുറപ്പെട്ടു, മറ്റൊരിടത്ത് എത്തിയില്ല, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല. അത്തരമൊരവസ്ഥയാണ് വെസ്പുർക്കാന എന്ന് പറയുന്നത്. ഇല്ലത്തു നിന്ന് പുറപ്പെട്ടു, അമ്മ തൊട്ട് എത്തിയുമില്ല. നമ്മുടെ ദേവികുളത്തെ മുൻ MLA, 3 തവണ MLA ആണ്, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. CPM നിന്ന് കെട്ടും ഫാണ്ടും ഒക്കെ എടുത്ത് ഇറങ്ങിയതാ, പക്ഷെ എന്തോ BJP-യിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. കഴിഞ്ഞ 40 വർഷമായിട്ട് രാജേന്ദ്രന് CPM ആയിരുന്നു സ്വർഗം. ഇവിടമാണ് സ്വർഗം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുമല്ലോ, കാരണം അദ്ദേഹം ഒരു തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലയുടെ മുഖ്യമന്ത്രി അതായി. അതിനുശേഷം 3 തവണ 2006 മുതൽ 2021 വരെ ദേവികുളത്ത് നിന്നുള്ള MLA ആയി. ഇതൊരു സ്വർഗജീവിതത്തിന് തുല്യമായ ഒരു കാര്യമാണല്ലോ. പക്ഷേ 2021 സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടാതിരുന്നത് മനഃപൂർവ്വമല്ല. ഈ പാർട്ടിയിൽ ഇപ്പൊ ചില നിയന്ത്രണങ്ങളുണ്ടല്ലോ, 70-75 വയസ്സ് അല്ലെങ്കിൽ 3 തവണ, അതിൽപ്പെട്ടു പോയതാ. അതിൽ നിന്ന് ഒഴിവുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ്. അപ്പൊ ആ ഒരു നിബന്ധനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാതെ പോയി. അപ്പൊ പെട്ടെന്ന് സ്വർഗം അടുത്തു തുടങ്ങി രാജേന്ദ്രന്. അതൊരു നരകമാണോ, നരകത്തിന്റെ ചില ഫീലൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? മറ്റു സ്വർഗങ്ങൾ അന്വേഷിക്കും. അതാണല്ലോ മനുഷ്യ സഹജമായ ഒരു രീതി. അങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് BJP അങ്ങനെ ഒരു സ്വർഗത്തെ പറ്റി മനസ്സിലാക്കുന്നതും അവിടുന്ന് ഒരു വിളി വരുന്നതും. അങ്ങനെ ഇരിക്കെ ഈ BJP-ക്ക് പ്രഭാരി എന്നൊരാളുണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ആള്. കേരളത്തിന്റെ ചുമതല പ്രകാശ് ജാവ്ദേക്കർക്ക. അദ്ദേഹത്തെ പോയി കണ്ടു ഡൽഹിയിൽ. ഈ കേരളത്തിൽ BJP-യിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നവരുടെ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ തലവനാണ്, ചീഫാണ് നമ്മുടെ ജാവ്ദേക്കർ. അതൊരു ഫൈനൽ പോയിന്റാ. അവിടെയുള്ള ഒരു ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞാൽ നേരെ BJP-യിലേക്ക് കടക്കാം. അതാണ് അതിന്റെ ഒരു സാമ്പ്രദായിക രീതി. നമ്മുടെ പത്മിനിയൊക്കെ അങ്ങനെ ചെന്ന ജാവ്ദേക്കറെ പോയി കണ്ടു. പിന്നീട് BJP-യുടെ ഒരു ഷാളും ഒക്കെ അണിഞ്ഞ് മെമ്പർഷിപ്പ് എടുത്തിങ്ങോട്ട് പോരുക ചെയ്തത്. അപ്പൊ നമ്മുടെ രാജേന്ദ്രൻ ജാവ്ദേക്കറെ കണ്ടു. ഇനി സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്നത്, വേണമെങ്കിൽ അവിടെ വെച്ച് തന്നെ മെമ്പർഷിപ്പ് എടുക്കാമായിരുന്നു, അത് ചെയ്തില്ല. ഇനി ഇവിടെ വന്നിട്ട്, വീട്ടിൽ വന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന പഴയ ദാസ് ക്യാപിറ്റലിന്റെ മൂലധനം, അതിന്റെ കോപ്പി, EMS-ന്റെ സമ്പൂർണ്ണ ഗ്രന്ഥങ്ങളുടെ സഞ്ചയിക, ദേശാഭിമാനിയുടെയും ചിന്തയുടെയും ഒക്കെ പഴയ ഫയൽ കോപ്പികൾ, ഇതൊക്കെ എടുത്ത് ഇടുക്കിയിലെ ഏതെങ്കിലും ഒരു കൊക്കയിലേക്ക്, മത്തായി കൊക്കയാണെങ്കിൽ വളരെ നന്നാവും, അവിടേക്ക് വലിച്ചെറിഞ്ഞിട്ട് നേരെ BJP സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ഓഫീസിലേക്ക് ചെല്ലുക, മെമ്പർഷിപ്പ് എടുക്കുക. അതാണ് ചെയ്യാവുന്ന രീതി. ഞാനിത് പറഞ്ഞത് ഈ മൂലധനത്തിന്റെയും EMS-ന്റെ ഗ്രന്ഥങ്ങളുടെയോ കാര്യം ഞാൻ പറഞ്ഞ ഇദ്ദേഹത്തിന് പാർട്ടി സാഹിത്യം വായിക്കുന്ന ദുശീലം അല്ലെങ്കിൽ രോഗം ഉണ്ട് എന്ന് കരുതിക്കൊണ്ടാണ്. ഇനി അതില്ലെന്ന് വിചാരിക്കുക. നമ്മുടെ പ്രൊസീജിയർ വളരെ സിമ്പിളാ, വളരെ ലളിതം. നേരെ BJP ഓഫീസിലേക്ക് ചെല്ലുക. BJP-യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ പാങ്ങുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഡീൽ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോരാൻ പറ്റിയ രീതിയിൽ LG കൂട്ടുപെരുങ്കായത്തിന്റെ ഒരു സഞ്ചി കയ്യിൽ കരുതിയാൽ മതി. സംഭവം വളരെ ഈസിയാണ്. ജാവ്ദേക്കർ ആണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നിരവധിയായ കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിലേക്ക് ഷാൾ പുതപ്പിച്ച് ആശ്ലേഷിച്ച് സ്വീകരിച്ച് വല്ലാതെ ക്ഷീണിച്ചിരിക്കുക, ഏതാണ്ട് അവശനായിരിക്കുകയാണ്. അപ്പോഴാണ് CPM-ൽ നിന്ന് ആരെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നലുണ്ടാവുന്നത്. ഒരു CPM-കാരനെ BJP-യിലേക്ക് സ്വീകരിക്കുന്ന ഒരു സുഖം ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ കേരളത്തിൽ. അപ്പൊ അങ്ങനെ ഒരാളെ കിട്ടിയാൽ, ഒരു വിപ്ലവ തീപ്പന്തത്തെ ആശ്ലേഷിച്ച് സ്വീകരിക്കുന്ന ഒരു സുഖം അനുഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ജാവ്ദേക്കർ. കുറെ ചുവന്ന ഷാളുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചുവന്ന ഷാൾ അണിയിക്കും, പിന്നീട് BJP-യുടെ ഷാൾ അണിയിക്കും. അതാണ് അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. കേരളത്തിലെ CPM-ന്റെ നേതാക്കളാണെങ്കിൽ നെഞ്ചത്തൊരു കോഴിമുട്ട വെച്ചാൽ അത് പുഴുങ്ങിക്കിട്ടും എന്ന അവസ്ഥയിൽ ടെൻഷനില്ല, സസ്പെൻസിലാ. ഈ രാജേന്ദ്രന്റെ ആനയും കൂനിയൊന്നും ആയിട്ടല്ല, ഒരു ചീള് കേസെന്നേ അവർ കരുതുന്നുള്ളൂ പാർട്ടി. പക്ഷേ
അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, 3 തവണ MLA ആയിരുന്നു. അങ്ങനെ ഒരാള് BJPയിലേക്ക് പോയാലുള്ള അവസ്ഥയെക്കുറിച്ചാണ് അവരാലോചിക്കുന്നതും അവരുടെ രാവുകൾ നിദ്രാവിഹീനങ്ങളാവുന്നത്. പത്മജ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലായിരുന്നു. എന്നിട്ട് പോലും അവര് കോൺഗ്രസ് വിട്ട് BJP ചേർന്നപ്പോഴേ നമ്മളുണ്ടാക്കിയ പുകിലും പൂക്കാറും ഒന്നും ചെറുതായിരുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയവരുടെ മുതുമുത്തച്ഛന്മാരെ നമ്മൾ തന്തയ്ക്ക് പറഞ്ഞതാ. അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഒരു മുൻ MLA, 3 തവണ MLA ആയിരുന്ന ആള് BJP ചെന്ന് കയറി എന്തായിരിക്കും, നമ്മൾ എന്താണ് ഇവരോട് പറയുക? ആ VD സതീശനും പാർട്ടിക്ക് ഇത് കാത്തിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി. കിട്ടിയാലുണ്ടല്ലോ അവർ നമ്മളെ വെച്ചേക്കുകയില്ല. അവര് AKG സെന്റർ എടുത്ത് തിരിച്ചു വെക്കും. അത് ആലോചിക്കുമ്പോണ്ടല്ലോ കാല് മുതൽ മുകളിലോട്ടൊരു പെരുപ്പ് കയറുക. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ വല്ല പരാമർശമടിച്ച് സ്വയം ജീവൻ ഒടുക്കുക മാത്രമേ വഴിയുള്ളൂ. എൻ്റെ ആറ്റുകാരമ്മച്ചി, എൻ്റെ ഗീവറീസ് പുണ്യാളാ, കാത്തോളമേ. പക്ഷെ രാജേന്ദ്രൻ സഖാവ് എല്ലാവരെയും സസ്പെൻസിൽ നിർത്തിയിരിക്കുക. ഒരു തീരുമാനം അങ്ങോട്ട് പറയുന്നില്ല. ജാവദേക്കറെ കണ്ടത് പെങ്ങളുടെ കല്യാണം വിളിക്കാനാണെന്നാ. കാരണം അദ്ദേഹത്തിന്റെ സഹോദരൻ കുറച്ചു കാലം മുമ്പ് CPM വിട്ട് BJPയിൽ പോയ ആളാ. അദ്ദേഹത്തിന് തീരെ മേല. അദ്ദേഹത്തിന് പകരം രാജേന്ദ്രൻ അങ്ങ് പോയി ജാവദേക്കറെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയൊക്കെയാ. മൂന്നാർ ലെവലിലൊക്കെ ഉള്ള ഒരു പ്രദേശത്തെ ഒരു BJP നേതാവിന്റെ സഹോദരിയുടെയോ സഹോദരന്റെയോ അനന്തരവന്മാരുടെയോ ഒക്കെ കല്യാണം ഉണ്ടെങ്കിൽ ജാവദേക്കറെ പോലുള്ള പ്രഭാരിമാരെ വിളിക്കും. അതൊരു രീതി, അതൊരു ശൈലിയാ. കാരണം BJPയിൽ അങ്ങനെ. അപ്പൊ ഈ സഹോദരന് വേണ്ടി കല്യാണം വിളിക്കാൻ പോയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജാവദേക്കറെ കണ്ട് സംസാരിച്ചതിന് ശേഷം തിരികെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴും അന്തിക്കൂരാപ്പിന 12 മണിയോ മറ്റോ ആയി. അന്നേരവും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ അങ്ങനൊന്നും BJPയിലേക്ക് പോകില്ല, ഞാൻ CPMൽ ഉറച്ചു നിൽക്കും. പക്ഷെ ജോയ്സിന് വേണ്ടി പ്രവർത്തിക്കാനൊന്നും ഇറങ്ങിയില്ല, അത് വേറെ കാര്യം. CPMൽ തന്നെ ഉറച്ച് നിൽക്കും. മറ്റതൊക്കെ വെറും തെറ്റിദ്ധാരണകളാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞില്ല. എന്നെ അങ്ങോട്ട് വിളിച്ചു, ജാവദേക്കർ ക്ഷണിച്ചു, പോരെ BJPക്ക് പോരെ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, രാജേന്ദ്രൻ ഇപ്പോഴും വെസ്പ്രൂഖാനായിൽ കിടന്ന് കറങ്ങുകയാണെന്ന്. ഈ വെസ്പ്രൂഖാന എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അവിടെ ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോവുക. പക്ഷെ BJPക്ക് അങ്ങനെ ശുദ്ധീകരണത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഏത് അഴുക്കം ചെന്നാലും ആ അഴുക്കോടുകൂടി തന്നെ സ്വീകരിക്കാനാണ് BJP അവിടെ കാത്തിരിക്കുന്നത്. അപ്പൊ ഈ വെസ്പ്രൂഖാനായിൽ കിടന്ന് കറങ്ങേണ്ടത് ഒരു ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, മറ്റു പിന്നെ എന്തോ ആണ്. എന്തെങ്കിലും അങ്ങോട്ട് ചേരുമ്പം എന്താണ് ഇങ്ങോട്ട് കിട്ടേണ്ടത്, അങ്ങനെ എന്തെങ്കിലും ആണോ? അതോ ഈ MM മണിയുടെ ഒരു പഴയ പ്രസംഗം രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, 1 2 3 4 കുറച്ചുപേരെ ഞങ്ങളങ്ങ് തട്ടി എന്ന് പറഞ്ഞില്ലേ? ആ വക പേടി വല്ലതും ഉണ്ടാവും? ഒരുപക്ഷെ അതിനേക്കാ പേടി രാജേന്ദ്രനെങ്ങാൻ BJPയിൽ ചേർന്നാൽ മണിയുടെ വായിൽ നിന്ന് വരുന്ന അനുഗ്രഹ വചനങ്ങൾ ഓർത്തിട്ടാവുമോ എന്ന് നമുക്ക് സംശയിക്കാം. പക്ഷെ ഇതിനിടയ്ക്ക് ചില ED മണം അടിക്കുന്നുണ്ട്. അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ആരൊക്കെയോ തമിഴ്നാട്ടിൽ എവിടെയോ എന്തൊക്കെയോ വലിയ സ്വത്തുകളൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് എന്നൊരു പ്രചരണമുണ്ട്. EDയുടെ കണ്ണിലത് പെട്ടിട്ടും ഉണ്ട്. അങ്ങനെയും പറയുന്ന ആളുകളുണ്ട്. നമുക്കിതൊന്നും അറിയില്ല, നമുക്കിതിന്റെ ഒരു സത്യവും അറിയത്തില്ല. രാജേന്ദ്രൻ അങ്ങനെ BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ അറിയാവുന്നത്. നമ്മുടെ പത്മജയുടെ രോഗം തന്നെയാണ് രാജേന്ദ്രനും ബാധിച്ചിരിക്കുന്നത്. അതായത് ഒരു റോള് പോരാ പാർട്ടിയിൽ. പത്മജയ്ക്ക് കോൺഗ്രസിൽ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, അവഗണനയാണ്. അതായിരുന്നു പ്രശ്നം. ഇവിടെ രാജേന്ദ്രന്റെ പ്രശ്നം അത് തന്നെയാണ്. രോഗമൊന്നാ, പാർട്ടിയിൽ വേണ്ട റോള് പോരാ, യൂണിയനിൽ വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല, പാർട്ടി പദവികളൊന്നും കിട്ടുന്നില്ല. എന്തിന് മൂന്നാർ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആക്കാമോ എന്ന് പോലും ചോദിച്ചു, അതുപോലും സമ്മതിച്ചില്ല പാർട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 17-ാം തീയതി പഴയ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു പാർട്ടി കൺവെൻഷനിൽ ചെന്നതാ, വിളിച്ചിട്ട് ചെന്നതാ. പാർട്ടി ജില്ലാ സെക്രട്ടറിയും മണിയും പഴയ സെക്രട്ടറി ജയന്തനും ഒക്കെ വിളിച്ചിട്ട് ചെന്നതാ. ചെന്നപ്പം ഒരംഗീകാരവും ഇല്ല.
4 വാക്ക് സഖാക്കളോട് സംസാരിക്കാനുള്ള അവസരം പോലും കൊടുത്തിട്ടില്ല. ഇതിൽ പരം എന്ത് അപമാനമാണ് ഉണ്ടാവേണ്ടത്? അപ്പോ പദവിയും അംഗീകാരവും ഇല്ലാത്ത രോഗം, ആ രോഗത്തിന് സാധാരണഗതിയിൽ വലിയ മരുന്നൊന്നുമില്ല. ഒറ്റ മരുന്നേ ഉള്ളൂ, BJPയിൽ ചേരുക, BJP തരുന്ന അംഗീകാരങ്ങളും പദവികളും കൊണ്ട് സന്തോഷമായി ബാക്കി കാലം കഴിയുക. വാസ്തവത്തില് മൂന്നാർ ഭാഗത്ത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഇന്നത്തെ സാഹചര്യത്തിൽ രാജേന്ദ്രന് അവിടെ CPMൽ തുടരുക സാധ്യമല്ല എന്നുള്ളതാണ്. അവിടെ ഇപ്പോൾ KV ശശി എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ് പാർട്ടിയുടെ എല്ലാ നിയന്ത്രണങ്ങളും ചരടുകളും ഉള്ളത്. അദ്ദേഹം ദേവികുളം എസ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ, അതാണ് അവിടുത്തെ CITU യൂണിയൻ, അതിന്റെ പ്രസിഡന്റ് ഇപ്പോൾ അദ്ദേഹമാണ്. അതുപോലെ തന്നെ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിലും അംഗമാണ്. അവിടുത്തെ ഏരിയ സെക്രട്ടറി ഒരു KK വിജയൻ, അദ്ദേഹം ശശിയുടെ ഏറ്റെടുത്ത ആളാണ്. ഈ ശശിയെയും വിജയനെയും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് സാക്ഷാൽ മണിയാണ്. മണിയും രാജേന്ദ്രനും തമ്മിൽ അത്ര നല്ല സുഖത്തിലുമല്ല. അപ്പൊ അവിടുത്തെ ഒരു കാലാവസ്ഥ, CPMലെ കാലാവസ്ഥ രാജേന്ദ്രന്റെ പാർട്ടിയിൽ തുടരാൻ പറ്റിയതല്ല. അതുകൊണ്ടാണ് അദ്ദേഹം വേറെ ചില താവളങ്ങൾ അന്വേഷിക്കുന്നത്. അവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇപ്പോ അവിടുത്തെ തൊഴിലാളി യൂണിയനുകളിൽ മലയാളികൾക്ക് നേതൃത്വമുള്ളത്, അല്ലെങ്കിൽ മലയാളികൾക്ക് പ്രാധാന്യമുള്ളത് CITUവിന്റെ യൂണിയൻ മാത്രമാണ്. INTUC യൂണിയനിലും AITUC യൂണിയനിലും എല്ലാം തമിഴ് ആളുകളുടെ ഒരു മേധാവിത്വമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ CPM യൂണിയന്റെ നേതൃത്വം വിട്ടുകൊടുക്കാനോ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ CPM തയ്യാറല്ല. ഈ ശശിയെയും വിജയനെയും ഒക്കെ അവർ മൂന്നാറിന് പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാർട്ടി പ്രവർത്തനത്തിന്റെ ചുമതല ഏൽപ്പിച്ചവരാണ്. അത് പാർട്ടി പ്രത്യേകം താല്പര്യമെടുത്ത് ചെയ്തതാണ്. ആ സാഹചര്യത്തിൽ ആ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ അതായിരിക്കെ രാജേന്ദ്രൻ അവിടെ തുടരുക അസാധ്യം ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ തൊഴിലാളി മേഖലയിൽ പ്രകടമാകുന്ന ഒരു പ്രവണത, തമിഴ് മലയാളം വിഭാഗത്തിൽ നിന്ന് ആരും, അല്ലെങ്കിൽ മലയാളംകാരോ അല്ലെങ്കിൽ തമിഴന്മാരോ ആയ ആളുകൾ ആരും ഇപ്പോൾ പുതുതായിട്ട് തോട്ടത്തിൽ ജോലിക്ക് ചേരുന്നില്ല. വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഒരു തമിഴ് തൊഴിലാളി പോകുമ്പോൾ പകരം വരുന്നത് ഒരു ഹിന്ദി തൊഴിലാളിയാണ്. അതായത് അന്യദേശ തൊഴിലാളി എന്നൊക്കെ, അതിഥി തൊഴിലാളി എന്നൊക്കെ നമ്മൾ പറയുന്ന ഹിന്ദി ബെൽറ്റിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ബംഗാളിൽ നിന്നൊക്കെ വരുന്നവരാണ്. ഇവരിൽ പലരും ഒരു BJP ആശയമുള്ളവരാണ്, അല്ലെങ്കിൽ ഒരു BJPയോട് ചായ്വുള്ളവരാണ്. അപ്പോൾ ഭാവിയിൽ മൂന്നാറിലെ അല്ലെങ്കിൽ ദേവികുളത്തെ തോട്ടം തൊഴിലാളി മേഖലയിൽ BJPക്ക് സ്വാധീനമുള്ള ഒരു യൂണിയൻ കെട്ടിപ്പടുത്തുകൊണ്ട് വരാൻ സാധിക്കുമെന്ന് രാജേന്ദ്രനെ പോലെയുള്ളവർ കരുതുന്നതായിട്ട് മൂന്നാറിൽ നിന്നുള്ള ചില ആളുകൾ പറയുന്നുമുണ്ട്. നേരത്തെ CPMന്റെ MLA ആയിരുന്ന G വരദനാണ് രാജേന്ദ്രനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. SFI വഴി, DYFI വഴി ക്രമേണ വളർത്തി അദ്ദേഹത്തെ ദേവികുളത്തിന്റെ MLA ആക്കി 3 തവണ വിജയിപ്പിച്ചയച്ചു. വരദനായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തലതൊട്ടപ്പൻ. പക്ഷെ പിൽക്കാലത്ത് വരദന് സീറ്റ് കിട്ടാതായപ്പോൾ, പാർട്ടിയിൽ വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നു. അന്ന് കോൺഗ്രസ്, ഇന്ന് BJP. ആ വ്യത്യാസമേ. നമുക്ക് രാജേന്ദ്രനോട് പറയാനുള്ളത്, ഈ വെസ്പുറുക്കാനായി കിടന്ന് കറങ്ങാതെ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്ക്. BJP ചേർന്ന് ചേരെ, അല്ലെങ്കിൽ CPMൽ നാണം കേട് സഹിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. ഒരു തീരുമാനമെടുക്ക്. നമുക്ക് ധാരാളം പണിയുണ്ടെന്നേ. പോസ്റ്റ് ഒട്ടിക്കാനുണ്ട്, ചുവരെഴുതാനുണ്ട്, ഇനി സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങണം. ഈ പണിയുടെ ഇടയ്ക്ക് നമ്മളെ സസ്പെൻസിൽ നിർത്താതെ ഒരു തീരുമാനം എടുക്കുക. അതാണ് ഇപ്പൊ രാജേന്ദ്രൻ ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പത്മജയോട് ചോദിക്കാം. ആ സംശയങ്ങൾ പത്മജ തീർത്തു തരും.